കാര്യങ്ങൾ ഒരു ഇൻട്രാക്റ്റീവ് സെഷൻ ഒന്ന് നടത്തിക്കൊണ്ട് പോകാനായിട്ട് ഡോക്ടർ അജിത് ബാബുവിനെയും ഡോക്ടർ US രാമചന്ദ്രനെയും ഞാൻ ഏൽപ്പിക്കുകയാണ്. ബഹുമാനപ്പെട്ട അലുമിനി അസോസിയേഷൻ്റെ വളരെ സീനിയേഴ്സായിട്ടുള്ള അംഗങ്ങൾ, അതോടൊപ്പം ഈ അരനൂറ്റാണ്ടിലേറെയായി ഈ ക്യാമ്പസിൽ ജീവിച്ച് ഇവിടെ നിന്നും ഒരു വരുമാനമാർഗം അല്ലെങ്കിൽ തൊഴിൽ നേടി ജീവിതത്തിൻ്റെ പാതയിൽ വിജയം വരിച്ച ഇവിടെ കൂടിയിരിക്കുന്ന ഏവരെയും അലുമിനി മീറ്റിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നമുക്കറിയാം, ഇന്നിവിടെ കൂടിയിരിക്കുന്ന നമ്മുടെ അലുമിനി അംഗങ്ങളെ പറ്റി പറയുകയാണെങ്കിൽ ഇവർ നമ്മുടെ മണ്ണുത്തി വെറ്ററിനറി കോളേജിലെയോ അല്ലെങ്കിൽ പൂക്കോട് വെറ്ററിനറി കോളേജിലെയോ അല്ലെങ്കിൽ കേരളത്തിലെയോ മാത്രം അഭിമാന പാത്രങ്ങളല്ല, അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ശ്രദ്ധേയമായ സംഭാവനകൾ കാഴ്ചവെച്ചിട്ടുള്ള, അതോടൊപ്പം തന്നെ സമൂഹത്തിൻ്റെ വിവിധ കർമ്മ മേഖലകളിൽ വളരെ വലിയ പങ്ക് വഹിച്ചിട്ടുള്ള വലിയ മഹാരഥന്മാരായ ഒത്തിരി പേര് നമ്മളോടൊപ്പം ഇവിടെയുണ്ട്. ഈ കോളേജിൻ്റെ സർവകലാശാലയുടെ ചരിത്രത്തിൽ ആദ്യത്തെ വിദ്യാർത്ഥി അല്ലെങ്കിൽ ആ ബാച്ചിലെ ഒരാളെ ക്ഷണിക്കുന്നതിനായിട്ട് ഇബ്രാഹിം സാറിന് കൈമാറുകയാണ്. നമ്മുടെ 1955 ഫസ്റ്റ് ബാച്ചിൽ ഡോക്ടർ തോമസ് സെബാസ്റ്റ്യൻ ഇവിടെ എത്തിയിട്ടുണ്ട്. നമ്മുടെ കാർണവർ ഫസ്റ്റ് ബാച്ച് ഡോക്ടർ തോമസ് സെബാസ്റ്റ്യൻ, തോമസ് സക്കറി, സോറി തോമസ് സക്കറി, ചെറിയ സ്പെല്ലിംഗ് മിസ്റ്റേക്ക്, എൻ്റെ നാട്ടുകാരനാണ്. ഞങ്ങൾ ആദ്യത്തെ ബാച്ചിൽ 70 പേരാണ് ഉണ്ടായിരുന്നത്. 1955 ഓഗസ്റ്റ് 1-നാണ് കോളേജ് തുടങ്ങിയത്. അത് 50 പേരുമായിട്ടാണ് തുടങ്ങിയത്. അപ്പോൾ അത് കഴിഞ്ഞ് 2 പ്രാവശ്യമായിട്ട് 20 പേരെ കൂടെ എടുത്തു. സെപ്റ്റംബർ 15-നും ഒക്ടോബറിനുമായിട്ട് അങ്ങനെ 70 പേരായിരുന്നു. അതിൽ ആദ്യത്തെ കൊല്ലത്തെ എക്സാം കഴിഞ്ഞിട്ട് തോറ്റുപോയ 4 പേര് ഡിസ്കണ്ടിന്യൂ ചെയ്തു. പിന്നെ 66 പേരുണ്ട്. അതിൽ 39 പേര് 66-ൽ 39 പേര് മരിച്ചു പോയിട്ട് 27 പേരുണ്ട്. 27-ൽ 5 പേര് സ്റ്റേറ്റ്സിലും കാനഡയിലൊക്കെ ആയിട്ടുണ്ട്. 2 പേര്, ഒരാൾ ഡോക്ടർ ബ്രിഗേഡിയർ ആയിരുന്ന റിട്ടയർഡ് KV റപ്പായി ഡൽഹിയിലും, ഡോക്ടർ ജോർജ് ജോസഫ് മുംബൈയിലുമുണ്ട്. അങ്ങനെ ബാക്കി ഇവിടെ 20 പേര്, 33 പേര് കഴിഞ്ഞ് 27-ൽ 20 പേര് കേരളത്തിലുണ്ട്. പക്ഷേ ഞാൻ മാത്രമേ വന്നിട്ടുള്ളൂ. 2-3 പേരെങ്കിലും വരുമെന്ന് പറഞ്ഞിരുന്നു. ഇവിടെ സാർ ഏത് വർഷമാണ് ഇവിടെ എത്തുന്നത്? 55. അപ്പോൾ സ്വാതന്ത്ര്യം കിട്ടിയ ഒരു 8 വർഷത്തിന് ശേഷം സാർ ഇവിടെ എത്തിയിട്ടുണ്ട്. അന്നത്തെ മണ്ണുത്തിയെ പറ്റി അറിയണം ഞങ്ങൾക്ക്. അന്നത്തെ മണ്ണുത്തി അന്നത്തെ മണ്ണുത്തി ഇന്നത്തെ മണ്ണുത്തിയായിട്ട് കണ്ടാൽ അറിയില്ല. പഴയ കാലം ഞാൻ പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഈ ഭാഗത്തൂടെ ഒക്കെ പോയിട്ടൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഇതറിയണം. അല്ലെങ്കിലും വളരെയധികം ചേഞ്ച് നമ്മൾ എല്ലാ സ്ഥലത്തും ഉള്ളതല്ല, എല്ലാ ടൗണുകളിലും എല്ലായിടത്തും ഉണ്ടല്ലോ വളരെയധികം ചേഞ്ചുകൾ. അപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് ബാച്ചിലെ ഏറ്റവും കാരണവരായ ഞാൻ നിങ്ങളെ എല്ലാം അഭിവാദ്യം ചെയ്യുന്നു. നമസ്കാരം. ലേഡീസ് 2 പേരുണ്ടായിരുന്നു. നമ്മുടെ ഇവിടെ കോളേജിലുണ്ടായിരുന്ന ഡോക്ടർ മറിയമ്മയും MK മേരി എന്ന് പറഞ്ഞ് ഒരു ലേഡിയും കൂടെ ഉണ്ടായിരുന്നു. അതിൽ മേരി കേരള സർവീസിൽ കുറച്ചേ വർക്ക് ചെയ്തുള്ളൂ. അത് കഴിഞ്ഞ് മദ്രാസ് സർവീസിലായിരുന്നു. അവർ മരിച്ചുപോയി. പിന്നെ നമ്മുടെ മറിയമ്മ സാറ് അമേരിക്കയിലുണ്ട്. പൗൾട്രി മേഖലയ്ക്ക് ഏറ്റവും നിർണായകമായ സംഭാവനകൾ ചെയ്തിട്ടുള്ള ഉണ്ണി സാറാണ്. സാർ ഇപ്പോഴും കർമ്മനിരതനാണ്. അമൃത യൂണിവേഴ്സിറ്റിയുടെ റിസർച്ച് ഡയറക്ടർ ആയിട്ടൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. സാറ് സ്വാഗതം. സാർ ഗുഡ് മോർണിംഗ് ടു all fellow veterinarians, and I'm happy that we have a fairly good gathering, braving the unpleasant weather, mainly because of the efforts made by the organizing committee under the able leadership of Dr. J. Abraham, whom I always call my youngster, and I wish the committee all the best in their personal and also other social activities. Well, I belong to the 3rd batch of this great alma mater, joined in 1957. Even at that time, we had
very pleasant type of ragging, if you want to call it. I still remember Mr. M.P.J. Kuruk, who was the director of NDRI and National Board of Dairy, carried my luggage from the bus stop at Manuti to the hostel, accompanied by late Mr. Manikam. So that was the type of ragging which we had those days. Very, very pleasant days, and looking back, only great green memories about the college and the campus. I still remember I happened to be one of the office bearers of the college union when the inauguration of the new building happened. And at that time, E.M. Shankaran Puripad was the chief minister. Well, we carried that stone in front of that building. This building was opened by E.M.S. Namboodiripad in 1958, around 12 o'clock in the night from Kundankulam. So that is a brief glimpse of our association with this institution right from 1957 till date. Even today, I spend a few hours in the service of Amrita Institute of Medical Sciences, where I was called in by Mata Amrita Mai to coordinate the research activities in the campus. Now I'm happy looking back, after 22 years, that it has grown into one of the best research stations in the medical institutions in the country. We have made a mark also. I wish each and every one of our alumni members the very best in life. May God bless you, guide you with good health and happiness. Good day. Thank you. 1964 batch ആയിരുന്നു. എന്താ പറയുക, എനിക്കിപ്പോൾ but I am very excited to be here, very happy, very, very happy. That's why I came here even this. I wish you all the best. That's all. അല്ല, ഞങ്ങളുടെ പ്രിയപ്പെട്ട വെറ്റിനറിയൻസും ഞങ്ങളുടെ പ്രിയപ്പെട്ട പ്രൊഫസർമാരും പിന്നെ നമ്മുടെ കൊളീഗ്സിനും ഞാൻ എന്നെ ഒരു സെൽഫ് ഇൻട്രൊഡക്ഷൻ നടത്തി തരാം. എൻ്റെ പേര് സി പി തോമസ്. ഞാൻ 70-74 ബാച്ചിലായിരുന്നു. പിന്നീട് ഞാൻ ഈ കോളേജിൽ വളരെ ഷോർട്ട് പീരീഡിൽ അനിമൽ മാനേജ്മെൻറ്റിൽ വർക്ക് ചെയ്തിരുന്നു. അതിനുശേഷമാണ് ഞാൻ പല രാജ്യങ്ങളിലും കറങ്ങി നടന്ന്. അപ്പോൾ അവിടെയെല്ലാം നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ഒരേ ഒരു കാര്യം, ഞങ്ങളെല്ലാം പഠിക്കുന്ന കാലഘട്ടങ്ങളിൽ വെറ്റിനറിയൻ എന്ന് പറഞ്ഞാൽ നാടൻ ഭാഷയിൽ കാളവൈദ്യന്മാരെന്നായിരുന്നു അന്ന് പറഞ്ഞിരുന്നത്. എന്ന് പറഞ്ഞാൽ നമുക്ക് യാതൊരു വിധമായ റെസ്പെക്റ്റും അന്ന് കിട്ടിയിരുന്നില്ല. അപ്പോൾ പലരും അന്നത്തെ കാലത്ത് തൃശ്ശൂരിനും സറൗണ്ടിങ്സിലുമുള്ള വളരെ കുറച്ച് ആൾക്കാർ വെറ്ററിനറി കോളേജ് വന്നിരുന്നുള്ളൂ. കാരണം അത് കാളക്കൂറ്റന്മാരുടെ കോളേജാണെന്നുള്ള അഭിപ്രായം. പക്ഷെ ഒരു കാര്യം ഞാനെന്ന് പറയുന്നത്, ഞാൻ പല ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും വർക്ക് ചെയ്തിട്ടുണ്ട്. ആഫ്രിക്കയിലും മിഡിൽ ഈസ്റ്റിലും കാനഡയിലും അമേരിക്കയിലും എല്ലാം ഈ വെറ്റിനറി സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്ന ആ വെറ്റിനറി മെഡിസിൻ ആ ഗ്രാജുവേഷൻ കൊണ്ട് മാത്രമാണ്. അപ്പോൾ അന്നത്തെ തമാശ കാര്യം ഞാൻ എന്നും പറയും, ഞങ്ങൾ ഹോസ്റ്റലിൽ താമസിക്കുമ്പോൾ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, ഈ ഫെറ്റ് ആൾ ദെയർ ഈസ് എ പാരഡൈസ് ഓർ ഇറ്റ് ഈസ് ദിസ്. അങ്ങനെ ഒരു വേഡിങ്ങിൽ ഞങ്ങൾ ആ 4 കൊല്ലക്കാലം എന്നെ ഞാനാക്കിയ ഒരു കോളേജാണ് ഇത്. ഇന്ന് എനിക്ക് പ്രൗഡ്ലി ഐ ക്യാൻ സേ ഈ വെറ്റിനറി ഡിഗ്രി ഈ സംതിങ് വെരി ബിഗ്. അപ്പോൾ ഇതുകൊണ്ട് ഞാൻ നിങ്ങളെ ഇതിന് വന്ന എല്ലാവരെയും അഭിനന്ദിക്കുന്നു. നന്ദി. ഗുഡ് മോർണിംഗ് എവരിബഡി. എൻ്റെ ആദരണീയരായ ബഹുമാന്യരായ ഗുരുഭൂതരെ, എൻ്റെ സുഹൃത്തുക്കളായ സഹപ്രവർത്തകരെ, എൻ്റെ ജൂനിയേഴ്സായിട്ട് വെറ്ററിനറി പ്രൊഫഷനിൽ ജോലി ചെയ്യുന്നവരും ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നവരായ എല്ലാ മാന്യ ദേഹങ്ങൾക്കും ആദ്യമായി എൻ്റെ കൂപ്പുകയും. വളരെ സന്തോഷമുണ്ട് ഇങ്ങനൊരു വേദിയിൽ എത്താൻ സാധിച്ചത്. ഞാൻ 62-66 ബാച്ചിലാണ്. അന്നത്തെ മണ്ണുത്തിയും അന്നത്തെ മൃഗവൈദ്യവും തമ്മിൽ എത്രമാത്രം മാറ്റമുണ്ടെന്ന് നിങ്ങൾക്ക് പലർക്കും അറിയാം. ഈ മാറ്റങ്ങളെല്ലാം വന്നത് കേരളത്തിലെ മൃഗസമ്പത്ത് വർദ്ധിച്ചതുകൊണ്ടുകൂടിയാണ് എന്ന് പറയുവാനായിട്ട്
ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. ഇങ്ങനെ ഈ മൃഗസമ്പത്ത് വർദ്ധിക്കുവാനായിട്ട് ഇൻഡോസിസ് പ്രോജക്റ്റും അതിനുശേഷം കേരള ലൈഫ് സ്റ്റോക്ക് ഡെവലപ്മെൻറ്റ് ബോർഡും നടത്തിയ ശ്രമങ്ങളെ ഈ സമയത്ത് ഞാൻ ആദരപൂർവ്വം സ്മരിക്കുന്നു. അതിൽ പങ്കാളിയാവുവാനും അതിൻ്റെ റിസർച്ച് ഡയറക്ടറേറ്റിൽ ഏകദേശം 16 വർഷക്കാലം ജോലി ചെയ്യുവാനും സാധിച്ചു എന്നുള്ളത് എനിക്ക് വളരെ തൃപ്തിയുള്ള കാര്യമാണ്. ഇങ്ങനെയൊരു പരിപാടി ഇവിടെ സംഘടിപ്പിച്ച ഇതിൻ്റെ സംഘാടകർ ഡോക്ടർ ജയബ്രാഹം മറ്റുള്ളവർ എല്ലാവരും കൂടി നടത്തിയ വളരെ അഭിനന്ദനാർഹമായ ഈ പരിപാടിക്ക് അവരോട് 100 നന്ദി കൂടി പറഞ്ഞുകൊണ്ട് വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. ഗുഡ് മോർണിംഗ്. ഞാൻ ബാബുവിൻ്റെ ഇന്ന് നിങ്ങളെല്ലാവരും ഒരുമിച്ച് കാണാൻ ഒരു അവസരം സൃഷ്ടിക്കേണ്ടതിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും വളരെയധികം സന്തോഷമുണ്ട്. എല്ലാ വർഷത്തെയും പോലെ ഒരു ദിവസം രാവിലെ വരുന്നു, ഉച്ചയ്ക്ക് കഴിഞ്ഞ് പിരിയുന്നു എന്നുള്ളതിനപ്പുറം ഒരു കൂട്ടായ്മയുടെ ഒരു ഫീല്, ആ ഫീൽ ഉണ്ടാക്കുക എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ ഉദ്ദേശം. അത് സാധിച്ചു എന്ന് തന്നെ പറയുന്നതിനകത്ത് അതിയായ സന്തോഷമുണ്ട്. എല്ലാവരും ഒരിക്കൽ കൂടെ ഈ വേദിയിലേക്കും ക്യാമ്പസിലേക്കും നാളത്തെ പരിപാടിയിലേക്കും ഒക്കെ സ്വാഗതം ചെയ്തു. നന്ദി. എത്രയും ബഹുമാന്യരായ വെറ്ററിനറി സുഹൃത്തുക്കളെ, സഹകാരികളെ, കുറേ നമ്മുടെ സുഹൃത്തുക്കളുടെ സ്പൗസസ് വന്നിട്ടുണ്ട്. പ്രത്യേകിച്ചും അവർ എല്ലാവർക്കും ആദ്യമായി എൻ്റെ നമസ്കാരം. ഞാൻ 1961 ബാച്ചിൽപ്പെട്ട ആളാണ്. ഞങ്ങളുടെ ബാച്ചിൽ അന്ന് അഡ്മിഷൻ തേടിയത് 49 പേരാണ്. ആ 49 പേര് പാസ്സായി കഴിഞ്ഞപ്പോൾ ആ കാലഘട്ടത്തിൽ കേരളത്തിൽ നമ്മുടെ പ്രൊഫഷനിലെ എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് വളരെ വിരളമായിട്ടുള്ളൊരു കാലഘട്ടമായിരുന്നു. ഇപ്പോൾ പലരും പല നാടുകളിലേക്ക് ഇങ്ങനെ ചേക്കേറിപ്പോയി. അവസാനം തിരികെ കേരള സർവീസിൽ വന്നവരുടെ എണ്ണം ചുരുക്കമായിരുന്നു. ഈ സമ്മിശ്രമായ ഈ സമ്മേളനത്തിന് എല്ലാ ഭാവങ്ങളും നേർന്നുകൊണ്ട് ഇതിന് അവസരം തന്ന എൻ്റെ ഭാരവാഹികൾക്ക് നന്ദി പ്രത്യേകം പറഞ്ഞുകൊണ്ട് ഞാൻ വിരമിക്കും. At the beginning, I am to give great credit to almost all the organizers. But for you, this event would not have happened. So I am greatly thankful to everybody who has, because this is what is ultimately we require. We have all done our duties, we performed in different places. That part is over. It is a chapter which is done. But now to meet each other, to sort of exchange your feelings and നേരത്തെ പറഞ്ഞല്ലോ എന്താ അവർ earlier image കാലക്കൂട്ടന്മാർ, from that it is a transition, total transition. അത് നമ്മുടെ കുട്ടികൾക്ക് അറിയണം. It is not that we are far ahead. ഞാൻ ഇവിടെ നിന്ന് പോയി എൻ്റെ ചെറിയൊരു stint with IBI for 4-5 years, joined army and that was 71 part-time and sent to JNK area. Then I am to tell you, I am as a Lieutenant Srikumar and the brigade commander, later general, that time Brigadier Mehta, enne ennum doctor ne villu. So once again, I think mainly I have conveyed to you, we have great standing as a veterinary group, and let us try to do what little that we can do today for the society. Okay, thanks very much. നമ്മുടെ കേരള വെറ്ററിനറി സർവകലാശാലയുടെ ആരാധനായ വൈസ് ചാൻസലർ ഡോക്ടർ അനിൽ KS സാർ നമ്മളോടൊപ്പം ഉണ്ട്. അപ്പോൾ ഈ വേദിയിലെ ഈ അലുമിനി മീറ്റിലേക്ക് സംസാരിക്കുന്നതിനായിട്ട് ബഹുമാനപ്പെട്ട വൈസ് ചാൻസലറിനെ അനിൽ KS ഡോക്ടർ സാറിനെ ക്ഷണിക്കുക. മോർണിംഗ് ഓൾ ഡിയർ സീനിയർ വെറ്ററൻസ്, ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ. ഈ റൂം നിറച്ച് ഒരു പോസിറ്റീവ് എനർജിയാണ്. പണ്ട് പഠിച്ചവരും സീനിയേഴ്സും ജൂനിയേഴ്സും എല്ലാം ആയിട്ട് ഞാൻ ആ എനർജി കളയാൻ ഒന്നും പറയുന്നില്ല. പഴയ പാട്ടുകളാണ് നമുക്ക് എല്ലാവർക്കും ഇഷ്ടം. അതുപോലെ പഴയ ഓർമ്മകൾ കേൾക്കാനാണ് രസം. എൻ്റെ ഓർമ്മകൾ അത്ര പഴയതായിട്ടില്ല. ബാക്കിയുള്ള പഴയ ഓർമ്മകൾ കേൾക്കാൻ ഞാനിവിടെ ഇരിക്കുന്നു. ഒരു വാക്കും കൂടിയും പറയുന്നു, ഈ ഒരു രീതിയിൽ ഇങ്ങനെ നമ്മുടെ അലുമിനി അസോസിയേഷൻ്റെ ആക്ടിവിറ്റീസ് കൊണ്ടുവന്ന അതിൻ്റെ ഭാരവാഹികളെ അഭിനന്ദിക്കുന്നു. ഇനി ഇങ്ങനെ നടക്കട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു. നമസ്കാരം, എല്ലാവർക്കും നമസ്കാരം. ഞാൻ 1961 ബാച്ചാണ്. അതായത് ജയബ്രഹാം, PO എബ്രഹാം, KV വത്സല എന്നിവരടങ്ങുന്ന ബാച്ചിൽ. അതുകൊണ്ട് അതിൻ്റെ വിശദ വിവരങ്ങളെല്ലാം
ഡോക്ടർ പ്രിയോബ്ര പറഞ്ഞു കഴിഞ്ഞു, അത് ഞാൻ പറയുന്നില്ല. അപ്പോൾ എൻ്റെ എക്സ്പീരിയൻസിൻ്റെ കാർഡ് വരുമ്പോൾ അല്പം പറയാനിരിക്കാൻ നിർത്തില്ല. ഇവിടെ അന്ന് അൺഎംപ്ലോയ്മെൻറ്റ് നിലനിന്നുകൊണ്ട് അങ്ങ് വടക്കോട്ട് പോയപ്പോൾ ഞാൻ ഗുജറാത്തിലും മഹാരാഷ്ട്രയിലും 6-7 വർഷം ജോലി ചെയ്യാൻ നിർബന്ധിതരായി. അതിനുശേഷമേ ഞാൻ ഇങ്ങോട്ട് വന്നുള്ളൂ. ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ എനിക്ക് അപ്പോയിൻമെൻറ്റ് കിട്ടുന്ന അതിന് മുമ്പ് ഒന്നുകൂടി പറട്ടെ. അങ്ങനെ അത് ഞാൻ നമ്മുടെ ജോലി സംബന്ധമായിട്ട് പറഞ്ഞ. ഇനി കോളേജിനെ പറ്റി പറയുമ്പോൾ ഇവിടെ വന്ന് ഞാൻ 1961 ജോയിൻ ചെയ്യുമ്പോൾ ഉണ്ടായിരുന്ന വെറ്റിനറി കോളേജോ ക്യാമ്പസോ അല്ല ഇപ്പം നിലവിലുള്ളത്. എനിക്ക് സ്പോർട്സിൽ വളരെ താല്പര്യം, സ്പോർട്സ് ആൻഡ് ഗെയിംസ്. ഞാനന്ന് വരുമ്പോൾ ആദ്യം കണ്ടത് എൻ്റെ ഹോസ്റ്റലിനോട് ചേർന്നുള്ള 7 ഫ്ലോർ ചെയ്ത ഒരു നൈസ് ടെന്നീസ് കോർട്ട്, അതിനിപ്പുറത്ത് ബാസ്കറ്റ്ബോൾ കോർട്ട്, അതിനിപ്പുറത്ത് ഹോക്കി കോർട്ട്, അടുത്ത് ബാഡ്മിൻ്റൺ കോർട്ട്, അവിടെ സ്റ്റേഡിയം, അതിന് പുറകിലെ പൗലിയൻ്റെ ടേബിൾ ടെന്നീസ്. ഇതെല്ലാം ഞാൻ വളരെ ഭംഗിയായിട്ട് ആസ്വദിച്ചു. ഞാനിപ്പോഴും ഓർക്കുന്നു, നമ്മുടെ ടെന്നീസ് കോർട്ടിൽ നമ്മുടെ തിരുവനന്തപുരം സീതേ ചന്ദ്രനായിരുന്നു താരം. സംസ്ഥാനത്തിൻ്റെ എല്ലാ യൂണിവേഴ്സിറ്റികളും സീതേ ചന്ദ്രനായിരുന്നു. അത് കഴിഞ്ഞ് നമ്മുടെ ബാസ്കറ്റ്ബോളിൽ ഒരുപാട് പേരുണ്ട്. ഒരാളുടെ പേര് പറഞ്ഞു MM ചാക്കോ, ബാസ്കറ്റ് ഒക്കെ ഉണ്ട്. അത് കഴിഞ്ഞാൽ ഞാനൊരു ബാഡ്മിൻ്റൺ ബോൾ പ്രതിഭയാണ്. ഞാൻ ബാഡ്മിൻ്റൺ കളിക്കുമായിരുന്നു. NK മുരളി അടക്കം ഞങ്ങൾ 5 ഫൈവ്സിൽ SS കോളേജ് തേവര, അളപ്പാൽ നഗറിൽ, വിക്ടോറിയ കോളേജ് പാലക്കാട് എന്നിവിടങ്ങളിൽ നടന്ന ടൂർണമെൻറ്റിലെല്ലാം നമുക്ക് നമ്മുടെ ടീമിന് വിജയമുണ്ടായി. അപ്പോൾ അന്നിവിടെ വരുമ്പോൾ തൃശ്ശൂരിൽ നിന്ന് ഇങ്ങോട്ട് മഹാലക്ഷ്മി എന്ന് പറയുന്നൊരു ബസ്സായിരുന്നു ഷട്ടിൽ തരുന്നത്. അതിൽ 13 പൈസയായിരുന്നു ടിക്കറ്റിന്. ആ സാധനം മാറി ഇന്ന് ഇതെല്ലാം വരെ പുതിയ റോഡുകളും എല്ലാം മാറി. ഈ അന്തരീക്ഷം ആകെ മാറിപ്പോയി. എൻ്റെ ഓർമ്മകൾ കൊടുക്കാൻ വേണ്ടി നിങ്ങൾ ഇത്രയും പേര് കാണാനുള്ളൊരു അവസരം എന്ന നിലയിലാണ് ഞാൻ ഈ സമയത്ത് ഇവിടെ വന്നത്. ഇനി ഇങ്ങനെ ഉണ്ടാകണമെന്നും നിർബന്ധമില്ല. നിങ്ങളെല്ലാവരും കാണാനൊരു അവസരം തരികയും എനിക്ക് സംസാരിക്കാനൊരു വേദി തരികയും ചെയ്ത നിങ്ങൾ സംഘാടകരുടെ എല്ലാവരും നന്ദി പറയുകയും ഈ പരിപാടിയുടെയും അതിൻ്റെ നടത്തിപ്പിൻ്റെയും എല്ലാം ഭംഗിയായിട്ട് മുന്നോട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും എനിക്ക് എല്ലാവരോടും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. ഗുഡ് മോർണിംഗ്. ഞാൻ 1971 ബാച്ചിലെ ഒരു വിദ്യാർത്ഥിയാണ്. ഇന്നത്തെ എൻ്റെ സംഘാടനവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് 3 കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ അറിയിക്കാൻ താല്പര്യപ്പെടുന്നു. ഉഷ ടീച്ചർ എന്താ ഒരു സംശയം? 1973 അതായത് ഈ കോളേജിലെ 18ാമത്തെ ബാച്ച് സ്റ്റുഡൻ്റായിട്ട് വരും. മണ്ണുത്തി വെറ്ററിനറി കോളേജിൻ്റെ ഡീൻ ഡോക്ടർ വിജയകുമാർ സാർ നമ്മോടൊപ്പം ഉണ്ട്. എന്തൊക്കെ സംസാരിക്കുന്നതിനായിട്ട് സാറിനെ ക്ഷണിക്കുന്നു. Good afternoon, everyone. Most respected senior members of the profession, dear colleagues, it gives me immense pleasure to be here on this auspicious day that we celebrate our 69th birthday of this great institution, the Temple of Learning. As you all very well know, all of us are assembled here to pay tribute to the alma mater. This is first time in the history of this college, 69 years of the history of this college. There we are celebrating an alumni meet with such pomp and posh. There have been tremendous efforts from the part of the organizing committee headed by J. Abraham sir and the Veterinary Alumni Association office bearers, including Balachandran sir and all the other important personalities who has taken immense pains to see that all the alumni of this prestigious institution is being contacted and brought over here. All their efforts has given fruit or bear fruit, and we all are here. There is a plethora or there is a variety of programs that is awaiting each and every one of you. The amount of love and affection that has been showered by the different batches, because 1982 batch sponsors the illumination. Please, a humble request from my side is at least please see the illumination that we have done. Because including fireworks has been arranged, but unfortunately due to the disaster, natural calamity that has happened in Wayanad, we had to cut short many of the programs. But there is a very important entertainment that is awaiting you in the evening, and tomorrow we do have of the general body of the association.
as the Dean, as the Faculty Dean of Veterinary and Animal Sciences, it's with immense pleasure, with immense pride, I welcome each and everyone who has come over here to make this alumni meet a grand success. Ladies and gentlemen, this is our 69th birthday. We are going in for our Saptadi next year in August 2025. I wholeheartedly, I may not be here as the Dean, but still as the alumni, I'll be here. Wholehearted cooperation from all the dignitaries, all the alumni of this prestigious college to be extended. We plan to have this program as a 1-year-long program, which may commence shortly after completion of this alumni meet, and which finally culminate in a grand gala that is to happen in August 2025, because that marks 70 years of the benevolent existence of this prestigious institution. Expecting the wholehearted cooperation from each and every one of you who have assembled here, who is due to join us in a short while from now, I once again welcoming you to this serene, picturesque campus of College of Veterinary and Animal Sciences. Thank you so much for giving this opportunity to me. Thank you so much. പ്രിയപ്പെട്ടവരെ, എല്ലാവരെയും കണ്ട സന്തോഷത്തിൽ എന്താണ് പറയേണ്ടതെന്ന് ഒന്നും അറിയില്ല. പക്ഷെ നമ്മുടെ ഇത്രയും പേരെ ഒരു അലുമിനി ഡേക്ക് ഓർഗനൈസ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റിയ അതിനുള്ള പരിശ്രമം നടത്തിയിട്ടുള്ള നമ്മുടെ ഇപ്പോഴത്തെ അലുമിനി ഭാരവാഹികളെ അഭിനന്ദിക്കാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കും. നേരത്തെയും നമ്മുടെ അലുമിനി ഡേ ഇവിടെ നടന്നതൊക്കെ തന്നെ എല്ലാവരെയും അറിയിച്ചുകൊണ്ട് തന്നെ നടന്നെങ്കിൽ പലരും വരാതെ ഇരുന്ന് ശുഷ്കമായ പല മീറ്റിങ്ങുകളിലൂടെ കടന്നു പോയിട്ടുള്ള അലുമിനി ഡേ ആയിരുന്നു മുമ്പ് ഉണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ ഇന്നും നാളെയും കൂടി നമ്മൾ വെറ്ററിനറി കോളേജിനെ നമ്മുടെ ഫീൽഡിൽ അല്ലെങ്കിൽ മറ്റുള്ള മേഖലയിലുള്ള വെറ്ററിനറി ഡോക്ടർമാരുടെ ഇടയിലേക്ക് ഇറങ്ങി കൊണ്ടുപോയി അവരെയൊക്കെ ഇങ്ങോട്ട് വരാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രചോദനം അവരിൽ സൃഷ്ടിക്കുകയും തുടർന്ന് ഇപ്പോൾ ഇന്നത്തെ അനുഭവമായിരിക്കും ഇനി അടുത്ത അലുമിനി ഡേക്ക് ഇവരെയൊക്കെ വരാനിവിടെ പ്രേരിപ്പിക്കുക. അതിനു വേണ്ടിയിട്ടുള്ള പരിശ്രമത്തിന് ഞാൻ അവരുടെ മുന്നിൽ നമസ്കരിക്കുകയാണ്. അപ്പോൾ എല്ലാവരെയും ഇന്ന് വന്നു ചേർന്ന എല്ലാവരെയും നാളെയും അലുമിനി ഡേയുടെ നാളെയാണ് ഒഫീഷ്യൽ ഫംഗ്ഷൻ, ഇന്ന് നമ്മുടെ ചാറ്റിംഗ് ഫംഗ്ഷനാണ്. അതിലേക്ക് എത്തിച്ചേർന്ന എല്ലാവരെയും ഒരിക്കൽ കൂടി ഇതിലേക്ക് അലുമിനിയുടെ ഭാഗത്തു നിന്നുകൊണ്ട് സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ നിർത്തട്ടെ. എൻ്റെ അടുത്തേക്ക് മയക്ക് കൊണ്ടുവരാമെന്ന് പറഞ്ഞിരുന്നു. അത് ശരിയല്ല എന്ന് തോന്നുകൊണ്ടാണ് അവിടെ നിൽക്കുന്നത്. എൻ്റെ പ്രിയപ്പെട്ട അലുമിനി സുഹൃത്തുക്കളെ, 58 ബാച്ചുകാരാണെന്ന് പറഞ്ഞു. 58 ബാച്ചിൻ്റെ പ്രത്യേക ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ ബാച്ച് തൊട്ട് 4 ബാച്ചിനെയും സുഹൃത്തുക്കളാക്കാൻ സാധിച്ചു എന്നുള്ള വലിയ ഭാഗ്യമാണ്. ആ സ്പോർട്സ്മാൻ എന്ന് വിശേഷിപ്പിക്കുന്ന എൻ്റെ തലതൊട്ടുപനായ ഡോക്ടർ കെ എ ഉമ്മനടക്കം, ഡോക്ടർ കൃഷ്ണനായരടക്കം, ശിവരാമനടക്കം ഒക്കെ തന്നെ അങ്ങോട്ട് പേര് വിളിക്കാൻ പറ്റുന്ന ഒരു ബാച്ചിലാണ് ഞാനും ഉണ്ടായിരുന്നത്. ശരി, പക്ഷേ ഇവിടെ വന്നപ്പോൾ രജിസ്ട്രേഷൻ നോക്കി കഴിയുമ്പോൾ 59 ബാച്ച് തോന്നും. സംഗതി ശരിയാണ്. 58 ബാച്ചിൽ തുടങ്ങിയിട്ട് 59 ബാച്ചിലാണ് ഞാൻ പുറത്തു വന്നത്. കാരണം വേറെ ഒന്നല്ല, കുറച്ച് വികൃതി കാണിച്ചതിൻ്റെ ഫലമായിട്ടാണ്. ഒരു തെങ്ങുണ്ടായിരുന്നു, തെങ്ങുമ്മ കയറാൻ പറ്റുമെന്ന് ചോദിച്ചു. തെങ്ങുമ്മ കയറി നേരെ വീണു, നട്ടലൊടിഞ്ഞു, കാലൊടിഞ്ഞു. അങ്ങനെ ഒരു കൊല്ലം പോയി പിറ്റേ കൊല്ലം വന്നു. പിന്നെ ഒരു സംഭവം ഉണ്ടായ ഓർമ്മ ഒന്നാണ്. നമ്മുടെ ബാച്ചിന് കഴിഞ്ഞ വഴിക്ക് തന്നെ ജോലി ഉണ്ടായിരുന്നു. പക്ഷേ ഡോക്ടർ എം എ മേനം വിചാരിച്ചു ഇവർക്ക് പ്രീ സർവീസ് ട്രെയിനിങ് കഴിഞ്ഞിട്ട് മതി. ട്രെയിനിങ് ഒരു കൊല്ലത്ത് പ്രീ സർവീസ് ട്രെയിനിങ്ങിന് ഞങ്ങളെ ആദ്യത്തെ ബാച്ച് ഞാനാണ് ചെയ്തത്. എല്ലാം കഴിഞ്ഞു. ഡോക്ടർ എം എ മേനം വലിയ കാര്യമായിട്ട് ഇനോഗ്രേറ്റ് ചെയ്തു. എന്തുണ്ടെങ്കിലും വിളിച്ചു പറഞ്ഞ അറിയിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ ജൂനിയർ ബാച്ച് സെപ്റ്റംബർ ബാച്ചിന് ജോലി കൊടുക്കാനായിട്ട് ശ്രമിച്ചവർ ഞാനിവിടെ തന്നെ ഡോക്ടർ എം എ മേനൂർ എഴുത്തെഴുതി, ഇത് ശരിയല്ല, ഈ സർവീസ് എന്ന് പറഞ്ഞ് സർവീസുള്ള ആൾക്കാർ കയറ്റി കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ആയിരിക്കും സീനിയോറിറ്റി. അതേ ദിവസം തന്നെ കേരളത്തിൽ റിപ്പോർട്ട് വന്നു, ഗവൺമെൻറ്റിൽ നിന്ന് ബാങ്ക് ഒരു തട്ട് അങ്ങോട്ട് കിട്ടി.
ഇവിടെ ദേഷ്യം വന്ന് ഇവിടെ വന്ന് ഒരു ഹൂ ഈസ് രാജൻ എന്നൊരു ചോദ്യമാണ്. നമ്മൾ ഞാനാണ് സാറ് വന്നിട്ട് എന്ത് തന്നെയും ചെയ്താൽ മതി എന്ന് പറഞ്ഞിരുന്നല്ലോ, അതുകൊണ്ട് കഴിച്ചാന്ന് പറഞ്ഞു. ഞാൻ കയറുമതിയായിട്ട് ബന്ധപ്പെട്ടിട്ട് ഞാനല്ല. പക്ഷെ എന്തായാലും എൻ്റെ ജീവിതത്തിൽ മുഴുവൻ ഡയറക്റ്റായിരിക്കുന്ന സമയത്ത് എനിക്ക് എന്തെല്ലാം എന്നെ ഉപദ്രവിക്കാമോ അതൊക്കെ ചെയ്തു നോക്കിയിട്ടുണ്ട് അദ്ദേഹം. സാധിച്ചില്ല എന്ന് മാത്രം. ട്രാൻസ്ഫർ ചെയ്യാൻ സമ്മതിച്ചില്ല. പക്ഷേ ഗവൺമെൻറ് ജിയോ വാങ്ങിച്ചിട്ട് ഞാൻ എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് പോന്നിട്ടുണ്ട് എന്നുള്ളതാണ്. എന്തെങ്കിലും നോ എന്ന് പറയാത്തതുകൊണ്ട് തന്നെ നമ്മുടെ സർവീസ് ഓർഗനൈസേഷനൊക്കെ തന്നെ IUAR സ്റ്റേറ്റ് പ്രസിഡൻ്റായിരുന്നു, സർജൻസ് അസോസിയേഷൻ സ്റ്റേറ്റ് പ്രസിഡൻ്റായിരുന്നു, കേരള ഗസ്റ്റ് അസോസിയേഷൻ്റെ സ്റ്റേറ്റ് ജില്ലാ പ്രസിഡൻ്റായിരുന്നു. സ്റ്റേറ്റ് കൺവെൻഷൻ നടത്തുന്നുണ്ട്. എല്ലാ സംഗീതവും തന്നെ പങ്കെടുക്കാൻ സാധിച്ചു എന്നുള്ളത് പക്ഷേ ഈ നമ്മുടെ അൽമാമാറ്ററിൻ്റെ ആ ട്രെയിനിങ് ആണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. ശരി, ഇതിൻ്റെ ഭാരതൻ്റെ ടീമിലായാലും ശരി, ഇതിൻ്റെ ചുക്കാൻ പിടിക്കുന്ന ഡോക്ടർ എബ്രഹാമിൻ്റെ വേലായാലും ശരി, എല്ലാവർക്കും തന്നെ ആദ്യമായി അഭിനന്ദനങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നമസ്കാരം. മാന്യരായ ഗുരുഭൂതന്മാരെ, സുഹൃത്തുക്കളെ, ഞാൻ പിതാവും മാതാവൊന്നുമല്ല. 1970 ബാച്ചിൽ ഒരു പഠിച്ച ആളാണ്. എന്തായാലും ഞാനും നേരത്തെ നമ്മുടെ രാജൻ സാറ് പറഞ്ഞതൊക്കെ പല കാര്യങ്ങളും പറയാനുണ്ട്. പക്ഷെ ഇപ്പം അത് പറയുന്നതിന് അല്പം അഭംഗിയായിരിക്കും. കാരണം പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. അതൊക്കെ നമ്മളെപ്പറ്റിയുള്ള ആ ഇംപ്രഷൻ കളയാൻ വേണ്ടി ഞാൻ എന്തായാലും ഇല്ല. പിന്നെ എന്നാൽ മിക്കവാറും എല്ലാ അലൂമിനി മീറ്റിങ്ങിലും ഞാൻ പങ്കെടുക്കാറുണ്ട്. പ്രത്യേകിച്ചും മണ്ണുത്തിയിൽ തന്നെ താമസിക്കുന്നതുകൊണ്ടും കോളേജിൽ ജോലിയുള്ളതുകൊണ്ടും മിക്കവാറും എല്ലാത്തും പങ്കെടുക്കാറുണ്ട്. പക്ഷേ ഇപ്രാവശ്യം ഒരുപക്ഷെ സോഷ്യൽ മീഡിയയുടെ ഇതുകൊണ്ടായിരിക്കാം കുറച്ചുകൂടെ ഭംഗിയായിട്ട് ഓർഗനൈസ് ചെയ്യാനും കുറച്ചുകൂടെ ആൾക്കാരെ, നമ്മുടെ സഹപ്രവർത്തകരെ, പഠിച്ച ആൾക്കാരെ എല്ലാം കാണാനും സാധിച്ചു. അഭിനന്ദനീയമാണ്. ഇത് തുടർന്നും ഇങ്ങനെ തന്നെ മുമ്പോട്ട് പോകണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. എന്തായാലും സർവകലാശാലയെ നല്ല രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോകാൻ നമുക്കെല്ലാവർക്കും ഒന്നിച്ച് പ്രവർത്തിക്കാം. അതിൽ അലൂമിനിക്ക് നല്ലൊരു പങ്ക് ഉണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ഞാൻ വിളിച്ചതിന് ഡോക്ടർ അജിത് ബാബുവിനോട് നന്ദി പറയുന്നു. കൂടുതലൊന്നും, കാരണം പല പല കാര്യങ്ങളും എല്ലാവരും പറഞ്ഞിട്ടുണ്ട്. ഇനി കൂടുതലൊന്നും പറയാനില്ല. നന്ദി, നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. പക്ഷേ ഹോള് കുറെ ചുരുങ്ങിപ്പോയി, പകുതി പേര് പുറത്താണെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ഞാൻ വന്ന സമയം തൊട്ട് രജിസ്ട്രേഷൻ തൊട്ട് പലരും കാണുന്നുണ്ട്. കൂടി നിന്നപ്പം കുറച്ച് പേരെ കണ്ടു. ഞാൻ 1972 ബാച്ചാണ്. അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റിയുടെ എക്സ്പെരിമെൻ്റൽ ഗിനിപിക്സ് എന്ന് പറയും ഞങ്ങൾ. ഫസ്റ്റ് ബാച്ചാണ്. ആർക്കും അറിയില്ല. ട്രൈമിസ്റ്റർ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിൻ്റെ പ്രോഡക്റ്റാണ്. 76, 77 ഞങ്ങൾ പുറത്ത് കിടന്നിട്ടുണ്ട്. ഇങ്ങനെ നമുക്ക് കുറേ ജീവിത പ്രാരാബ്ദങ്ങളും കഷ്ടപ്പാടും കുറച്ച് വിഷമങ്ങളൊക്കെ വന്നാലും കൂടിയിട്ട് അതെല്ലാം നമ്മൾ മറക്കാനും 10 വയസ്സ് കുറഞ്ഞ് ആക്റ്റീവ് ആവാനും കൂടിയാണ് ഈ അലുമിന എന്നാണ് ഞാൻ എല്ലാ അലുമിനിക്കും മിക്കവാറും വേറെ വല്ല പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിലും 99% അലുമിനിക്ക് ഞാൻ അവിടെ എത്താറുണ്ട്. അതും സാർവരണമായിട്ട് തൃശ്ശൂർക്കാരി ആയതുകൊണ്ടായിരിക്കും. എന്തായാലും ഇവിടെ വന്നു ചേർന്ന എല്ലാവർക്കും ഇനിയും കൂടുതൽ മെമ്പേഴ്സ് വരട്ടെ. ഈ പറഞ്ഞ മാതിരി ജൂനിയേഴ്സ് കുറവാണ്, സീനിയേഴ്സാണ് കൂടുതൽ വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും വരാനുള്ളൊരു ഉത്തേജനം കൂടി ഇവിടെ ഉണ്ടാവട്ടെ. എല്ലാവർക്കും ആയുരാരോഗ്യവും സന്തോഷവും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമസ്കാരം. പ്രിയപ്പെട്ട വെറ്ററിനറി ഡോക്ടേഴ്സ്, കാരണം ഞാൻ കണ്ടിട്ടില്ലാത്തവരുണ്ട്, ഞാൻ പഠിപ്പിച്ച സ്റ്റുഡൻസുണ്ട്, ഫ്രണ്ട്സുണ്ട്. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് പറഞ്ഞല്ലോ, ന്യൂട്രീഷൻ ഡിപ്പാർട്ട്മെൻറ്റിലെ ഒരു അധ്യാപകനായിരുന്നു. ഏതാണ്ടൊരു 78 സമയത്താണ് ഇവിടെ വന്നത്. ഞാൻ മുമ്പേ വർക്ക് ചെയ്യുന്നത് തവനൂർ എന്ന് പറഞ്ഞൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ്. അതിൻ്റെതായിട്ടുള്ള ഗുണങ്ങൾ എനിക്ക് എൻ്റെ സ്വഭാവത്തിൽ കിട്ടി. കാരണം പ്രോഫിറ്റ് തന്നെ ഏൺ ചെയ്ത് വർക്ക് ചെയ്യേണ്ട ഇൻസ്റ്റിറ്റ്യൂട്ട് ആയതുകൊണ്ട് എല്ലാ കാര്യത്തിലും വാല്യൂ ഫോർ മണി എന്നുള്ള കാര്യത്തിൽ വളരെ ശുഷ്കാന്തിയോട് ചെയ്തെങ്കിൽ മാത്രമേ ആ പ്രോഫിറ്റ് കിട്ടത്തുള്ളൂ. സോ പ്രോഫിറ്റ് എന്നൊരു ചിന്ത ഗവൺമെൻറ് സർവീസിലൊരു ചിഹ്ന ഭാവമാണ് നമ്മുടെ. ഇവിടെ വന്നപ്പോൾ എനിക്ക് ആദ്യം തിരുവാഴകുന്ന് കിട്ടി. അത് ഞാൻ വളരെ സന്തോഷമായിട്ട് ഏറ്റെടുത്തു. എല്ലാ ഫാമിലും വർക്ക് ചെയ്തിട്ടുണ്ട്. 64 ബാച്ചാണ്, 80 സ്റ്റുഡൻസ്. എൻ്റെ കൂട്ടത്തിൽ ഞങ്ങൾക്ക് 3 ലേഡി സ്റ്റുഡൻസാണ് ഉണ്ടായിരുന്നത്. മേരിക്കുട്ടി, വത്സലൈസ്, CK സരോജിനി. അതിൽ സരോജിനി
ഞങ്ങളുടെ കൂടെ തന്നെ പഠിച്ച ചന്ദ്രശേഖരനുമായിട്ട് വിവാഹം കഴിച്ചു. അവർ അമൂലിലായിരുന്നു. ഒരു IAS കിട്ടിയ ഒരാളുടെ രാജേന്ദ്രൻ സെൻട്രൽ സർവീസിൽ നിന്ന് റിട്ടയർ ചെയ്ത് പുള്ളി കൊല്ലത്ത് താമസിക്കുന്നുണ്ട്. ഒരു ബന്ധക്കോസ് വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരായിരുന്നു VD ഡാനിയൽ. ഒരിക്കലും കടന്നു ചെല്ലാൻ വയ്യാത്ത ഒരു മേഖലയിലേക്ക് പുള്ളി കടന്നുപോയി. മീറ്റ് ഇൻഡസ്ട്രിയിലേക്ക് പോയി. ബോംബെയിൽ ഒരു മീറ്റ് ഇൻഡസ്ട്രി തുടങ്ങി ഡെൻവർ എന്നുള്ള പേരിൽ ബാംഗ്ലൂരിൽ എല്ലായിടത്തും പുള്ളി മാർക്കറ്റ് ചെയ്തു. അതിശയകരമാണ്. വളരെ ആരോടും സംസാരിക്കാതിരുന്നൊരു മനുഷ്യനാണ്. ബിസിനസ്സിൽ വിജയിച്ചു എന്നുള്ള സർവീസ് ജോയിൻ ചെയ്തില്ല. ഫസ്റ്റ് ഒരു ആൾക്ക് മാത്രമേ റെസ്പാൻസ് ചെയ്തു. രാസൻ മാത്യു ആണ്. രാസൻ മാത്യു ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിസിയോളജി ഡയറക്ടറായി. ഇപ്പോഴും വളരെ ബിസിയാണ്. കാലത്തെ ഇന്ത്യ, അത് കഴിഞ്ഞാൽ വേറെ എവിടെയെങ്കിലും രാജ്യം, അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരാളാണ്. ഇന്ന് ഞങ്ങളുടെ ബാച്ചിൽ നിന്ന് നേരത്തെ കേണൽ സാഹിബ് വർത്തമാനം പറഞ്ഞു ശ്രീകുമാർ, അദ്ദേഹം ഞങ്ങളുടെ ബാച്ചിലാണ്. വേറൊരാളും കൂടെ വന്നിട്ടുണ്ട്, ഡോക്ടർ സുശീലൻ. അന്ന് ഞങ്ങളോട് വരുന്ന സമയത്ത് ഈ മെയിൻ ബിൽഡിംഗ് അവിടെ ഉണ്ട്. ഒരുപാട് തൂണുകളായിട്ടൊരു മെയിൻ ബിൽഡിംഗ്. തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിലും അങ്ങനെ തന്നെയാണ്, ഒരുപാട് തൂണുകളുള്ളൊരു ബിൽഡിങ്ങാണ്. അതിൻ്റെ ഡിസൈൻ JC അലക്സാണ്ടർ എന്നുള്ളൊരു എഞ്ചിനീയറാണ്. അദ്ദേഹത്തിൻ്റെ സെയിം ഡിസൈനാണ് ഈ മെയിൻ ബിൽഡിങ്ങിന് കൊടുത്തിരിക്കുന്നത്. ഒരുപാട് സ്ഥലം തൂണുകളായിട്ട് കളഞ്ഞിട്ടുണ്ടെങ്കിലും ആ ബിൽഡിങ്ങിനൊരു ബ്യൂട്ടിയുണ്ട്. ആ ബ്യൂട്ടി ഒരുപാട് പേരൊന്ന് ക്യാമറയിലൊക്കെ പകർത്തി വിദേശങ്ങളിലൊക്കെ കൊണ്ടുപോയിട്ട് ഓർക്കുന്നുണ്ട്. പിന്നീടുള്ള സബ്സിഡിയൻ ഡെവലപ്മെൻറ്റാണ് ആനിമൽ സയൻസ് ബ്ലോക്കും കാര്യങ്ങളൊക്കെ. അന്ന് ലൈഫ് സ്റ്റോക്ക് ഫാം വളരെ ചെറുതാണ്. എന്നാലും ഒരു മെയിൻ ഫാം ഉണ്ടായിരുന്നു. ഗോഡ് ഫാം വളരെ ചെറുതായിരുന്നു. പിഗ് ഫാം ഉണ്ടായിരുന്നു. അതൊക്കെ വളരെ ചെറുതായിരുന്നു. ഞങ്ങൾ മിക്കവാറും വർഷത്തിലൊരിക്കൽ കൂടാറുണ്ട്. പരസ്പരം സൗഹൃദത്തോടെ പിരിയാറുണ്ട്. എല്ലാവരും തിരിച്ച് ഒന്ന് വന്ന് കാണുന്നതിന് കിട്ടിയ സൗകര്യം നന്ദിപൂർവ്വം ഓർക്കുന്നു. ഇങ്ങനെ ഒരു അവസരം ഉണ്ടാക്കി തന്നതിനായിട്ട് ഓരോരുത്തരും ഞാൻ ഇതിൻ്റെ സംഘാടകരെ ഞാൻ വളരെ നന്ദി പ്രകടിപ്പിക്കുന്നു. ഏവർക്കും ആശംസകളോടെ ഞാൻ ഹാള് ശരിക്കും ശുഷ്കമായിരിക്കുന്നു. എൻ്റെ ഏറ്റവും ആദരണീയരായ ഗുരുജനങ്ങളെ, ഉണ്ണിസാർ അടക്കമുള്ള ഇപ്പോഴും ഊർജ്ജസ്വലമായി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഉണ്ണിസാർ അടക്കമുള്ള ഗുരുജനങ്ങളെ, എൻ്റെ വെറ്ററിനറി ഫാക്കൽറ്റി ഫാമിലി അംഗങ്ങളെ, എല്ലാവർക്കും വാം ഗുഡ് ആഫ്റ്റർനൂൺ ടു യു ആൾ. ഞാൻ 1985 ബാച്ചാണ്. UGയും PGയും ഒക്കെ ഈ ക്യാമ്പസിൽ വെച്ച് തന്നെയായിരുന്നു. PhD മാത്രം വെറ്ററിനറി പബ്ലിക് ഹെൽത്തിൽ PhD ഇല്ലാതിരുന്നത് കൊണ്ട് തന്നെ ബോംബെ വെറ്ററിനറി കോളേജിലാണ് PhD ചെയ്തത്. അപ്പോൾ ഏകദേശം 39 കൊല്ലമായി ഈ ക്യാമ്പസിൽ, ഈ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ക്യാമ്പസിൽ എത്തിച്ചേർന്നിട്ട് ശരിക്കും ഈ മണ്ണുത്തി ക്യാമ്പസിൻ്റെ ഭാഗമാകാൻ സാധിച്ചതിലുള്ള സന്തോഷം ഞാൻ അറിയിക്കട്ടെ. ഏതായാലും ഈ ഒരു പരിപാടി ഇത്ര ഭംഗിയായി, ഈ ഒരു കൂട്ടായ്മ ഇത്ര ഭംഗിയായി ഇവിടെ അറേഞ്ച് ചെയ്ത ഇതിൻ്റെ സംഘാടകരെ ജയബ്രഹാം സാറും ബാലകൃഷ്ണൻ സാറും മറ്റു അലുമിനിയുടെ ഓർഗനൈസിംഗ് കമ്മിറ്റിയിലുള്ള എല്ലാവരെയും ഞാൻ എൻ്റെ സ്നേഹം നിറഞ്ഞ അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് നിർത്തട്ടെ. ഇനിയും നമുക്ക് ഈ കൂട്ടായ്മ തുടരണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം. പ്രിയമുള്ളവരെ, ഈ അലുമിനിയ മീറ്റിംഗ് ഇങ്ങനെ വിപുലമായി സംഘടിപ്പിക്കണമെന്ന് പറഞ്ഞപ്പോൾ പലപ്പോഴും ഒരു ആകാംക്ഷ ഉണ്ടായിരുന്നു, എങ്ങനെ പങ്കെടുക്കുന്നതിൽ പാർട്ടിസിപ്പൻസിൻ്റെ ഇത് എത്രമാത്രം ഉണ്ടാവും എന്നുള്ളതിനെ പറ്റി. പണ്ട് 1984 നിർമ്മലൻ സാർ ഉണ്ടായിരുന്നപ്പോൾ ആദ്യത്തെ അലൂമിനിയ ഒരു ഗെറ്റ് ടുഗദർ, ഫാമിലി ഗെറ്റ് ടുഗദർ നമ്മൾ OG ബ്ലോക്കിൻ്റെ അവിടെ വെച്ച് നടന്നിരുന്നു. അത് നല്ല രീതിയിൽ അന്ന് നടന്നെങ്കിലും പിന്നീട് അതിൻ്റെ തുടർച്ച വന്നില്ല. മാത്രമല്ല അലൂമിനിയം ഓർഗനൈസേഷൻ അത് കഴിഞ്ഞ് കൂടുതൽ പ്രവർത്തനത്തിലേക്ക് പോയുമില്ല. അത് കഴിഞ്ഞ് 2005-2006 പനമ്പള്ളി വിജയൻ സാർ വന്നു കഴിഞ്ഞിട്ടാണ് അലൂമിനിയം ഒരു ഓർഗനൈസ്ഡ് രൂപത്തിലേക്ക് കൊണ്ടുവന്നത്. ബാക്കി ഈ ഹോള് നിർമ്മിച്ച് പിന്നീട് മുമ്പോട്ടേക്ക് പോകാൻ തുടങ്ങിയത്. അപ്പോൾ അന്ന് മുതൽ ഏകദേശം 2008 മുതൽ അലൂമിനിയയിൽ എക്സിക്യൂട്ടീവിൽ പങ്കെടുക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അതുകൊണ്ട് വർഷത്തിലൊരു 3-4 പ്രാവശ്യം ഈ കോളേജിൽ വന്ന് ഇവിടുത്തെ ആൾക്കാരൊക്കെ ആയിട്ട് പരിചയപ്പെടാനും എല്ലാവരെയും കാണുവാനും ഇടവരുന്നു. മാത്രമല്ല അന്ന് മുതൽ എല്ലാ അലൂമിനിയം മീറ്റിങ്ങുകളിലും IVA മീറ്റിങ്ങുകളിലും ബാക്കിയുള്ള മീറ്റിങ്ങുകളിലെല്ലാം പങ്കെടുക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് എല്ലാവരുമായിട്ട് നല്ല ബന്ധം പുലർത്തുവാനും എനിക്ക് സാധിക്കുന്നുണ്ട്. BVC കിട്ടി ഈ സ്ഥാപനത്തെ മറന്നുകൊണ്ട് ഒരിക്കലും നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റില്ല. ആ വിചാരം നമ്മുടെ പുതിയ തലമുറയ്ക്ക് ഉണ്ടാവണം. അതിനുവേണ്ടി നമ്മൾ വളരെ കഷ്ടപ്പെട്ട് കോളേജിൽ തന്നെ അതിനൊരു ഓറിയൻറ്റേഷൻ വേണമെന്നാണ് എൻ്റെ അഭിപ്രായം. ഇപ്പം നമ്മൾ കൊടുക്കാറുണ്ട്, IVയുടെ ഒരു ഓറിയൻറ്റേഷൻ ഫൈനൽ സ്റ്റുഡൻസിന് കൊടുക്കാറുണ്ട്. പക്ഷേ എന്നാലും അവരുടെ സഹകരണം വളരെ കുറവാണ്. അതുണ്ടാവണം.
ഭാവിയിൽ അത് ഉണ്ടാവട്ടെ. അതിനുവേണ്ടി നിങ്ങളെല്ലാവരും പരിശ്രമിക്കണം എന്ന് മാത്രം അപേക്ഷിച്ചുകൊണ്ട് എല്ലാവർക്കും എല്ലാ ഭാവങ്ങളും ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. പ്രിയപ്പെട്ടവർ, എന്നെ ക്ഷണിച്ചുകൊണ്ട് നമ്മുടെ അവതാരകൻ പറഞ്ഞു ഒരു മുന്നറിയിപ്പ് തന്നിരുന്നു. പഴയ സംഘടനാ പ്രസംഗത്തിൻ്റെ ശൈലിയിലേക്ക് പോകരുത്, കാരണം അത്രയും നീട്ടരുതെന്നായിരിക്കും അദ്ദേഹം ഉദ്ദേശിച്ചത്. അത് തീർച്ചയായിട്ടും പാലിച്ചിരിക്കും. എൻ്റെ മാന്യസുഹൃത്ത് രാജൻ ഇവിടെ പറഞ്ഞത് ഞാൻ ശ്രദ്ധിച്ചിരുന്നു. ഞാൻ 1962 ബാച്ചാണ്. എൻ്റെ വീട് പാല. അല്പം കാവ്യ ഭാഷയിൽ പറഞ്ഞാൽ മധുരിക്കുന്ന ഓർമ്മകളുടെ ഈ തിരുമുറ്റത്ത് ഒരു വട്ടം കൂടി വന്നെത്തുവാൻ കഴിഞ്ഞ ഇതിൽ ഈ വൈകാരിക മുഹൂർത്തത്തിൽ ഇവിടെ എത്താൻ സാധിച്ചതിൽ അങ്ങേയറ്റം സന്തോഷമുണ്ട്, ഐകരാർഥ്യമുണ്ട്. തീർച്ചയായിട്ടും ഇതിൻ്റെ സംഘാടകരെ പറ്റി 2 വാക്ക് പറയാതിരുന്നാൽ അത് ഒരു അനൗചിത്യമായിരിക്കും എന്ന് തോന്നുന്നതുകൊണ്ട് മാത്രം പറയട്ടെ. ഈ ചടങ്ങ് ഇവിടെ സംഘടിപ്പിച്ചത് മുൻ വർഷങ്ങളിലെ അപേക്ഷിച്ച് വളരെ വ്യത്യസ്തമായ, വളരെ ആകർഷകമായ ഒരു രീതിയിലും ശൈലിയിലുമാണ് എന്ന് നമുക്കറിയാം. 2-3 മാസങ്ങൾ മുൻപ് മുതലുള്ള പ്രവർത്തനങ്ങളാണ് ഇവിടെ നടന്നത്. ഈ അടുത്ത കാലത്തുണ്ടായ മറ്റ് നമുക്കറിയാം പ്രകൃതി ദുരന്തവും ഒക്കെ കൊണ്ട് ഇതിൻ്റെ കൂടുതൽ വിപുലമായ രീതി മാറ്റിവെച്ച് വളരെ ലളിതമായ രീതിയിൽ നടത്തുന്ന ഒരു ചടങ്ങായതുകൊണ്ട് തന്നെ അതിൻ്റേതായ പരിമിതികൾ തീർച്ചയായിട്ടും ഉണ്ടായി കാണും. പക്ഷേ ഇവിടെ നടത്തിയ പബ്ലിസിറ്റിയും മറ്റു കാര്യങ്ങളും നോക്കുമ്പോൾ അതിനനുസരിച്ച് ഒരു പ്രാതിനിധ്യം അല്ലെങ്കിൽ ആളുകൾ വന്നെത്തിയില്ല എന്ന് കാണുന്നത് തീർച്ചയായിട്ടും ദുഃഖകരമാണ്. പ്രത്യേകിച്ചും സംഘാടകരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നിരാശയുണ്ടാക്കുന്ന ഒന്നാണ് എന്ന് പറയാതിരിക്കാൻ നിവർത്തിയില്ല. ഞാൻ കൂടുതൽ നീട്ടുന്നില്ല. ഇവിടെ എത്തിയിട്ടുള്ള എല്ലാ സുഹൃത്തുക്കൾക്കും ഇവിടെ സംഘാടകർക്കും എല്ലാവർക്കും ആശംസകൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നമസ്കാരം. ഞാൻ ഗംഗാധരൻ. എൻ്റെ സ്വദേശം നീലേശ്വരമാണ്, കാസർഗോഡ് ജില്ല. 28 വർഷം തലശ്ശേരി കണ്ണൂർ ജില്ലയിൽ ജോലി ചെയ്തു. ഇപ്പോൾ തൃശ്ശൂർ അയ്യന്തോട് താമസിക്കുന്നു. ഞാൻ 74 ബാച്ചിൽ ആണ് ഇവിടെ വന്നത് കോളേജിൽ. ഇവിടെ വരുമ്പോഴേ എൻ്റെ ഓർമ്മകൾ പലതും ഈ കോളേജ് ഗ്രൗണ്ടും ആദ്യമായിട്ടാണ് ഹോക്കി സ്റ്റിക്ക് പിടിക്കുന്നത്. ആ ഹോക്കി ടീമിൻ്റെ ക്യാപ്റ്റനായി ബാസ്കറ്റ് പോളോട്ട് ഞാൻ ഫസ്റ്റ് ഇയറിൽ വരുന്നതുവരെ സുരേഷ് അദ്ദേഹം മരിച്ചുപോയി. അദ്ദേഹമായിരുന്നു പോളോട്ടിൻ്റെ ഫസ്റ്റ് ഉണ്ടായിരുന്നത്. ഞാൻ വന്നപ്പോൾ പോളോട്ട് എല്ലാ വർഷവും ഫസ്റ്റ് കിട്ടി. യൂണിവേഴ്സിറ്റി കാർഷിക സർവകലാശാല എല്ലാ വർഷവും സെക്കൻഡാണ്. അവിടെ ഒരു മിസ് സിദ്ദിഖുണ്ട് അഗ്രികൾച്ചർ കോളേജിൽ, അവരായിരുന്നു ഫസ്റ്റ്. അതൊരു എൻ്റെ ഓർമ്മ. പിന്നെ ആദ്യമായിട്ട് എൻ്റെ ആർട്സ് രംഗമായിട്ട് ബന്ധപ്പെടുന്നത് ഈ കോളേജിൽ 74 ഇവിടെ ഇൻ്റർ ക്ലാസ് കോമ്പറ്റീഷൻ നടക്കുകയാണ്. അപ്പോൾ ഇൻ്റർ ക്ലാസ് കോമ്പറ്റീഷനിൽ ക്ലാസ് മത്സരങ്ങളാണ്. അപ്പോൾ ഫാൻസി ഡ്രസ്സിൽ എനിക്കറിയില്ല ഇവിടുത്തെ സീനിയേഴ്സ് എന്താണ് അവരുടെ മത്സരം എന്താണെന്ന് അറിയില്ല. ഏതായാലും ഞാൻ എൻ്റെ 74 ബാച്ചിൽ ഉപയോഗിച്ചിട്ട് ഒരു വേഷം എടുത്തു. ഒരു കോസ്റ്റ്യൂമിൻ്റെ വേഷമാണ്. കോസ്റ്റ്യൂം എന്ന് വെച്ചാൽ ഇന്ന് കാണുന്ന കോസ്റ്റ്യൂമല്ല, അന്നത്തെ കോസ്റ്റ്യൂം. ആ തലയിൽ തൊപ്പി, കൊടക്കാലും ആ പോക്കറ്റിൽ ലെറ്റർ വെച്ച് നടക്കുന്നത്. അപ്പോൾ ഇന്നത്തെ 3rd ഇയർ ക്ലാസ് റൂമായിരുന്നു ആ മത്സരം ഉണ്ടായിരുന്നത്. സംഘാടകരോടുള്ള പ്രത്യേക നന്ദി അറിയിച്ചുകൊണ്ട് 71 വെറ്ററിനറി കോളേജ് ക്യാമ്പസിൽ കടന്നെത്തി ഡിഗ്രി കഴിഞ്ഞ ശേഷം അവിചാരിതമായി തൃശ്ശൂർ പൂരം കാണാൻ വേണ്ടി വന്നപ്പോൾ ഒരു സുഹൃത്ത് വെറ്ററിനറി കോളേജിൽ താമസിക്കുന്ന ഒരു ബന്ധമുണ്ടെന്ന് പറഞ്ഞിട്ട് അവരുടെ വീട്ടിൽ പോയി കണ്ടപ്പോൾ ഇവിടെ എന്തുകൊണ്ട് അഡ്മിഷൻ എടുക്കാൻ താല്പര്യമില്ല എന്ന് ചോദിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ആപ്ലിക്കേഷൻ കൊടുത്തു. വെയിറ്റിംഗ് ലിസ്റ്റായിട്ട് കോളേജിൽ ജോയിൻ ചെയ്ത് 71. അന്ന് 36 സ്റ്റുഡൻസ് ഞങ്ങളുണ്ടായിരുന്നു. 3 മഹിളാരത്നങ്ങളുണ്ടായിരുന്നു. ഒന്ന് VK എലിസബത്ത്, രണ്ടാമതൊരു മറിയാമ്മ, പിന്നെ സുവർദ്ര. ഈ 3 പേരും ഉണ്ടായിരുന്നു. അതിൽ മറിയാമ്മ ആ വർഷത്തിൽ തന്നെ ആ കോഴ്സ് പൂർത്തിയാക്കാതെ വിട്ടുപോവുകയാണ് ചെയ്തത്. ബാക്കിയുള്ളവർ ഞങ്ങൾ ആ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് ആദ്യത്തെ വർഷം തന്നെ ആ 4 കൊല്ലം കംപ്ലീറ്റ് ചെയ്ത് പുറത്തേക്ക് ഇറങ്ങി. പക്ഷേ
തൃശ്ശൂരിൽ ഒരു വർഷത്തിൽ ഓരോ മാസത്തിൽ ഞങ്ങൾ ഒരു പ്രാവശ്യം അല്ലെങ്കിൽ 2 പ്രാവശ്യം വരും. ഇവിടെ കൂടെ വരുമ്പോൾ കോളേജിൻ്റെ സ്ഥലമൊക്കെ ചുറ്റിക്കറങ്ങാറുണ്ട്. പല ഡിപ്പാർട്ട്മെൻറ്റിൽ പണ്ട് കയറി ഇറങ്ങാറുണ്ട്. ട്രെയിനിങ് സെൻ്ററിലായിരുന്നപ്പോഴൊക്കെ എല്ലാവിധമായ പ്രോത്സാഹനം ഈ ക്യാമ്പസിൻ്റെ ആംബിയൻസ് വളരെ ഇഷ്ടപ്പെട്ട് ജീവിക്കുന്ന ഒരാളാണ്. നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ വാക്കുകൾ കേൾക്കാൻ ക്ഷമയോടെ ഇരുന്നതിനായി പ്രത്യേകം നന്ദി അറിയിച്ചുകൊണ്ട് എനിക്ക് അവസരം തന്ന പ്രിയപ്പെട്ടവർക്ക് നന്ദി അറിയിച്ചു.
കൂട്ടായ്മയാണ് സിംഗ് ആൻഡ് സോങ് ബെറ്റ്സ് വാട്സപ്പ് ഗ്രൂപ്പ്. 2018 കേരള പിറവി ദിനത്തിൽ തുടക്കം കുറിച്ച ആ ഗ്രൂപ്പിൽ ഇപ്പോൾ ഒരുപാട് നമ്മുടെ പഴയതും പുതിയതുമായിട്ടുള്ള വെറ്ററിനറിയൻസ് ഉണ്ട്. എല്ലാവരും അല്ലെങ്കിൽ ആരും തന്നെ പ്രൊഫഷണൽ ഗായകരല്ല, പാട്ടിനോട് ഇഷ്ടമുള്ളത് കൊണ്ട് മാത്രം പാട്ട് പാടുന്ന ഒരു വലിയ സംഘത്തിൻ്റെ കൂട്ടായ്മയാണ്. 1 2 3 4 എണ്ണി പഠിച്ച് പണ്ട് പള്ളിക്കൂട മുറ്റത്താകെ ഓടിക്കളിച്ച് ഒന്നും രണ്ടാണെന്ന് നമ്മൾ പഠിച്ച്, എന്നാൽ നമ്മൾ രണ്ടും ഒന്നാണെന്ന് കൽവിൽ നനച്ച് കണ്ണാരം പൊത്തി നമ്മൾ കിന്നാരം ചൊല്ലി കണ്ണിമാവിൻ തോപ്പിൽ നമ്മൾ ഊഞ്ഞാലിലാടി. 1 2 3 4 എണ്ണി പഠിച്ച് പണ്ട് പള്ളിക്കൂട മുറ്റത്താകെ ഓടിക്കളിച്ച് ഒന്നും രണ്ടാണെന്ന് നമ്മൾ പഠിച്ച്, എന്നാൽ നമ്മൾ രണ്ടും ഒന്നാണെന്ന് കൽവിൽ നനച്ച് പുള്ളിപ്പാവാടക്കാരി അരികിൽ വന്ന് പുള്ളിത്തൂമ്പാറ്റയായി പറന്നു വന്ന് എന്നും എൻ്റെ കാതിൽ കഥ പറഞ്ഞ് എൻ്റെ ബാല്യകാല സഖിയായി കഴിഞ്ഞോളല്ലേ. എന്നും എൻ്റെ കാതിൽ കഥ പറഞ്ഞ് എൻ്റെ ബാല്യകാല സഖിയായി കഴിഞ്ഞോളല്ലേ. 1 2 3 4 എണ്ണി പഠിച്ച് നമ്മൾ പള്ളിക്കൂട മുറ്റത്താകെ ഓടിക്കളിച്ച് ഒന്നും രണ്ടാണെന്ന് നമ്മൾ പഠിച്ച്, എന്നാൽ നമ്മൾ രണ്ടും ഒന്നാണെന്ന് കൽവിൽ നനച്ച്. जिंदगी के लिए बस एक सनम चाहिए, आशिकी के लिए काम की जरूरत है जैसे, काम की जरूरत है जैसे बेगुरी के लिए हाँ एक सनम चाहिए, आशिकी के बस एक सनम चाहिए, आशिकी के वक्त के हाथों में तक तकदीरें आई ना झूठा है तक तस्वीरें, जहाँ दर्द है वही गीत है, जहाँ प्यास है वही पीर है, कोई ना जाने कभी जिंदगी यही रीत है। सांस की जरूरत है जैसे, सांस की जरूरत है जैसे मौसमी के लिए बस एक सनम चाहिए, आशिकी के लिए हाँ एक सनम चाहिए, आशिकी के लिए। प्रणय मधुर പ്രണയ മധുര ജാലക
കടുവകളായി മാറിയിരിക്കുകയാണ് പുലികൾ. കടുവ എന്ന ചിത്രത്തിന്റെ മനോഹരമായ ഗാനത്തിനൊപ്പം ചുവട് വെച്ചുകൊണ്ട് പുലികൾ പറന്നു നിന്ന്
കലകലവെന്ന കവിതകൾ പഠിച്ചത് കൊടുകൊടു നെഞ്ചിൽ പെണ്ണുള്ള വണ്ണ പൂന്തോട്ടം കലകലകലവെന്ന കവിതകൾ പഠിച്ചത് കൊടുകൊടു നെഞ്ചിൽ ஒரு காதல் கடிதம் தேடி போடும் உன்னை காணும் கலவும் வரக்கூடும் நீ பார்க்கும் பார்வைகள் பூவாகும் நெஞ்சுக்குள் தைக்கின்ற உள்ளாகும் கண்ணே என் கண் வைத்த காயம் கை வைக்க தானாக ஆடும் பின்னாலும் பின்னாலும் தள்ளாடும் செம்மீனே என் மீனே உன் தோளில் ஆடும் நான் மலையோசை கலகலகலவென கவிதைகள் படிக்கிறது கொடுகொடு தென்றல் சில நேரம் சில 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 என சிறகுகள் படப்பட துடிக்கிறேன் தேகம் பூசன രേണുകേ നീ രാഗരേണു കിനാവിൻ്റെ നീലക്കടമ്പിൽ പരാഗരേണു പിരിയുമ്പോഴേതോ നനഞ്ഞ കൊമ്പിൽ നിന്നും നിലതെറ്റി വീണ രണ്ടിലകൾ നമ്മൾ രേണുകേ നീരാഗരേണു കിനാവിൻ്റെ നീലക്കടമ്പിൽ പരാഗരേണു പിരിയുമ്പോഴേതോ നനഞ്ഞ കൊമ്പിൽ നിന്നും നിലതെറ്റി വീണ രണ്ടിലകൾ നമ്മൾ രേണുകേ നാം രണ്ടു മേഘശകലങ്ങളായി അകലേക്കു മറയുന്ന ക്ഷണഭംഗികൾ മഴവില്ലു താഴെ വീണുടയുന്ന മാനത്തും വിരഹമേഘ ശ്യാമഘനഭംഗികൾ പിരിയുന്നു രേണുകേ നാം രണ്ടു പുഴകളായി ഒഴുകിയകലുന്നു നാം പ്രണയശൂന്യം ജലമുറഞ്ഞൊരു ദീർഘശില പോലെ നീ പറ്റി വറുതിയായി ജീർണമാമൃതമായി ഞാൻ ഓർമ്മിക്കുവാൻ ഞാൻ നിനക്കെന്തു നൽകണം ഓർമ്മിക്കണം എന്ന വാക്കു മാത്രം പിരിയുന്നു രേണുകേ നാം രണ്ടു പുഴകളായി ഒഴുകിയകലുന്നു നാം പ്രണയശൂന്യം ജലമുറഞ്ഞൊരു ദീർഘശില പോലെ നീ പറ്റി വറുതിയായി ജീർണമായി മൃതമായി ഞാൻ ഓർമ്മിക്കുവാൻ ഞാൻ നിനക്കെന്തു നൽകണം ഓർമ്മിക്കണം എന്ന വാക്കു മാത്രം ഓർമ്മിക്കുവാൻ ഞാൻ നിനക്കെന്തു നൽകണം ഓർമ്മിക്കണം എന്ന വാക്കു മാത്രം എന്നെങ്കിലും വീണ്ടും എവിടെ വച്ചെങ്കിലും കണ്ടുമുട്ടാമെന്ന വാക്കു മാത്രം നാളെ പ്രതീക്ഷ തൻ കുങ്കുമപ്പൂവായി നാം കടം കൊള്ളുന്നതിത്ര മാത്രം. ഇത് ഒരു മഹാധന്യമായിട്ടുള്ള ദിവസം. സത്യത്തിൽ ഈ കോളേജും ഈ ക്യാമ്പസൊക്കെ വിട്ടിട്ട് ഒരുപാട് കാലമായെങ്കിലും ഇങ്ങനെ ഏറ്റവും ധന്യമായൊരു ദിവസം ഞാൻ പ്രതീക്ഷിച്ചില്ല. പ്രത്യേകിച്ചും ജയപ്രഭം സാറ് വിളിച്ചാൽ എന്തിനാണെന്ന് ചോദിക്കില്ല, നീ എടാ നീ വാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ എന്തിനും പോകും. PG ബേബി സാറ് ഞങ്ങളുടെ ഒരു വളരെ ഒരുപക്ഷെ അബ്രഹാം സാറിനത്തിന് സീനിയർ അല്ലെങ്കിലും അദ്ദേഹം എന്ത് പറഞ്ഞു കഴിഞ്ഞാലും ഞങ്ങൾ അത് ഏറ്റെടുക്കും. ഞങ്ങൾ ഈ പ്രൊഫഷൻ ഒരു പ്രത്യേക കാലം
കാലത്ത് നമ്മൾ എവിടെയൊക്കെയാണ് അതിനെ നിർവചിക്കപ്പെട്ടിട്ടുള്ളത്, എങ്ങനെയാണ് അതിനെയൊക്കെ കണ്ടിരുന്നത് എന്നതിനെക്കുറിച്ചൊക്കെ ഞങ്ങൾക്ക് വളരെ ആശങ്ക ഉണ്ടായിരുന്നു. പക്ഷെ ഞാനിന്ന് സത്യത്തിൽ എനിക്ക് വളരെ 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 ഗംഭീരമായിട്ടുള്ളൊരു പെർഫോമൻസൊക്കെ കണ്ടിട്ട് ഞാൻ ശരിക്കും പറഞ്ഞാൽ വളരെ ധന്യമായൊരു ദിവസം എന്ന് വിചാരിക്കണം. ഇവിടെ വരാതിരുന്നു പോയിട്ടുള്ള എല്ലാ ആൾക്കാർക്കും നഷ്ടമാണ്. ഇതൊരു അതിഗംഭീരമായ ദിവസമായി ശരിക്കും പറഞ്ഞാൽ ഹാറ്റ്സ് ഓഫ് യു. ബഹുമാനപ്പെട്ട ഡീൻ ഡോക്ടർ വിജയകുമാർ, ഡോക്ടർ ബാലചന്ദ്രൻ ഓർഗനൈസർ, അദ്ദേഹം ഇവിടെ ഉണ്ടോയെന്ന് എനിക്കറിയില്ല. എന്തായാലും ഡോക്ടർ ബാലചന്ദ്രൻ്റെ ഓർഗനൈസേഷണൽ ആൻഡ് അതർ മാനേജ്മെൻറ്റ്, ഡോക്ടർ വിജയകുമാർ ഇതിനെടുത്തിട്ടുള്ള ഒരു കൗതുകകരമായിട്ടുള്ള താല്പര്യങ്ങൾ, ജയബ്രഹ്മ സാറിന് നമ്മളോടൊക്കെയുള്ള ഒരു വളരെയധികമുള്ള താല്പര്യങ്ങൾ, PG സാറിനെ പോലെ ഞങ്ങളോട് ഇരുപക്ഷത്ത് നിന്നിട്ട് ഞങ്ങളോടൊപ്പം നിൽക്കാൻ പറ്റുന്ന ഒരു സുഹൃത്ത് എന്നുള്ള രീതിയിൽ വളരെ 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 സന്തോഷകരമായൊരു ദിവസമായി. എന്തായാലും മക്കളെ, ഞാൻ ഈ കുട്ടികളൊക്കെ ചെയ്തിട്ടുള്ള എന്താ പെർഫോമൻസ് ശരിക്കും പഴയ വെറ്ററിനറി കോളേജിൽ നിന്നൊക്കെ പറഞ്ഞാൽ ഞങ്ങളൊക്കെ വളരെ ഊഷരമായിട്ടുള്ള ഒരു ജീവിതകാലത്ത് ജീവിച്ച ഈ കുട്ടികളൊക്കെ ഇത്രയും മനോഹരമായിട്ടുള്ള പെർഫോമൻസ് ചെയ്യുന്നു, പാടുന്നു, ആടുന്നു. എന്താണിത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ? ഇതൊന്നും നമുക്ക് ഇതുവരെ ടാപ്പ് ചെയ്യാൻ പറ്റാത്തത് എന്തുകൊണ്ടാണ് നമ്മൾ ശരിക്കും ഒരു പ്രൊഫഷൻ എന്നുള്ള നിലയ്ക്ക് നമ്മൾ ഇത്രയും ഹൈലൈറ്റ് ചെയ്യാൻ പെടാൻ പറ്റാത്തത്? എന്തായാലും എല്ലാവർക്കും നന്ദി. ജയബ്രഹ്മ സാറിന് നന്ദി, ഡോക്ടർ വിജയകുമാർ ഡീനിന് നന്ദി, അതിലേറെ ഇതിൻ്റെ ഓർഗനൈസറായിട്ടുള്ള ഡോക്ടർ ബാലേന്ദ്രന് നന്ദി, ഡോക്ടർ ബേബി സാറിനൊക്കെ നമ്മൾ എന്നുവെച്ചാൽ അദ്ദേഹത്തിന് നന്ദിയൊന്നും പറയേണ്ട ആവശ്യമില്ല. എന്നാലും നമ്മൾ അതൊരു പേരിന് വേണ്ടി നന്ദി പറയുന്നു. എന്തായാലും വളരെ 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 സന്തോഷം. നിന്നെയോത്ത് കാത്തിരിപ്പിൻ സൂചിമുനയിൽ മമക്കിനാക്കൾ കോർത്ത് കോർത്ത് ഞാൻ നിനക്കൊരു മാല തീർത്തു, ഞാൻ നിനക്കൊരു മാല തീർത്തു. നിന്നെയോത്ത് കാത്തിരിപ്പിൻ സൂചിമുനയിൽ മമക്കിനാക്കൾ കോർത്ത് കോർത്ത് ഞാൻ നിനക്കൊരു മാല തീർത്തു, ഞാൻ നിനക്കൊരു മാല തീർത്തു. കണ്ണിലണിഞ്ഞവളെ, ഉന്മാദത്തെ നരകൾ ചുണ്ടിലണിഞ്ഞവളെ, രാഗം നീയല്ലേ, താളം നീയല്ലേ, ആത്മസംഗീത ശില്പം നീയല്ലേ. രാസപൂർത്തികൾ കണ്ണിലണിഞ്ഞവളെ, ഉന്മാദത്തെ നരകൾ ചുണ്ടിലണിഞ്ഞവളെ, രാഗം നീയല്ലേ, താളം നീയല്ലേ, ആത്മസംഗീത ശില്പം നീയല്ലേ. നമുക്ക് അനുവദിച്ചിരിക്കുന്ന സമയം ഇവിടെ അവസാനിക്കുന്നത് കൊണ്ട് തന്നെ ഇത് നമ്മുടെ സമാപനത്തിലേക്ക് എത്തുകയാണ്. ഒരിക്കലും ഇത്രയും വലിയൊരു പ്രോഗ്രാമായി തീരുമെന്ന് തുടക്കത്തിൽ ഞങ്ങൾ വിചാരിച്ചില്ല. ഞാനും എബ്രഹാം സാറും ഡീൻ ഡോക്ടർ വിജയകുമാറും സത്യത്തിൽ വളരെയധികം ഞങ്ങൾക്ക് ആശങ്കകളുണ്ടായിരുന്നു. പക്ഷേ ആശങ്കകൾക്കൊക്കെ അറുതി വരുത്തിക്കൊണ്ട് കേരളത്തിലെ എല്ലാ വെറ്ററിനറി ഡോക്ടർമാരും ഞങ്ങളോടൊപ്പം സഹകരിച്ചു. ഇത്രയൊക്കെ ഒരു ടേൺ ഓവർ ഉണ്ടാവുമെന്ന് ആഗ്രഹിച്ചിരുന്നു, പക്ഷേ ഉണ്ടാവുമെന്ന് സത്യത്തിൽ പ്രതീക്ഷിച്ചിരുന്നില്ല. വി ആർ ഓവർകം. താങ്ക് യു സോ മച്ച്. ഞങ്ങളിത് ഓർഗനൈസ് ചെയ്യാൻ പോയപ്പോൾ പലരും എന്നോട് പറഞ്ഞു, കൂടിയാൽ 80 പേര്. ഒരാൾ പറഞ്ഞു മാക്സിമം നിങ്ങൾ എന്തൊക്കെ ശ്രമിച്ചാലും 100 പേരിൽ കൂടുതൽ എങ്ങനെയാണ് ഇവിടെ വരികയില്ല. ഇപ്പോൾ 300 പേരിൽ കൂടുതൽ ഇവിടെ വന്നു. So there had been an overwhelming support from all the alumni. We really thank all of you. In spite of his illness, Dr. Balajan had been tirelessly working for this day and night.
Vijay Kumar, is also, he had been working very tirelessly every day. ഒരു സമയം ഒന്നും നോക്കാതെ രാവിലെ മുതൽ രാത്രി വരെ, ഇന്നലെ ആണെങ്കിൽ രാത്രി 9 മണിക്ക് എന്നെ വിളിച്ചു, സാറേ ഒന്ന് വരണം, ഇവിടെ ഒന്ന് കാണണം, ഒന്ന് നോക്കണമെന്ന്. സോ ഐ ഓൾസോ കെയിം. ഞങ്ങൾ രണ്ടുപേരും കൂടെ രാത്രിയിൽ നടന്ന് എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കും. അങ്ങനെ ഇത് ഇത്ര ഭംഗിയായിട്ട് നടത്താൻ സാധിക്കുന്നത് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് കൊണ്ടാണ്. സോ വി റിയലി താങ്ക് ഓൾ ഓഫ് യു, ഓൾ ദി അലുമിനൈസ് ഫോർ യുവർ അൺസ്യൂംഡ് സപ്പോർട്ട് ഫോർ ദിസ്. താങ്ക് യു. പ്രിയപ്പെട്ട സീനിയേഴ്സ്, വെറ്ററിനറി പ്രൊഫഷണൽ, എൻ്റെ സീനിയേഴ്സ്, എൻ്റെ കൊളീഗ്സ്, നന്ദി. ഹൃദയത്തിൻ്റെ ഭാഷ, ഹൃദയത്തൊട്ട് നന്ദി. ഇത് തുടക്കമാകട്ടെ. ഇതുപോലെ ഇനി ഓരോ വർഷവും വളരെ വിപുലമായിട്ടുള്ള രീതിയിൽ ഈ ആഘോഷങ്ങൾ ഞാൻ പറയുന്നില്ല, ഈ ഒത്തുചേരലുകൾ നടക്കാൻ ഇതൊരു തുടക്കമാകട്ടെ. ഇത് നാന്ദി കുറിക്കട്ടെ എന്ന് പറഞ്ഞു നിർത്തുന്നു.